അപ്പോൾ ഇന്ന് ഒക്ടോബർ 2 ഒക്ടോബർ 2 എന്ന് പറഞ്ഞാൽ ഗാന്ധി ജയന്തി മാത്രമല്ല വിജയദശമി കൂടെയാണ്. അപ്പം ഇമ്മുവിന് ആദ്യമായിട്ട് ഇന്ന് ഡാൻസ് ക്ലാസ്സിൽ ചേർക്കാൻ പോവുകയാണ് അല്ലേ ഇമ്മു? അപ്പം നമ്മളൊരു ഫ്രണ്ടിൻ്റെ വൈഫാണ് ഡാൻസ് ടീച്ചർ. ഇമ്മു ടീച്ചറെന്ന് തന്നെ വിളിക്കണേ, സൗമ്യ എന്ന് കയറി വിളിക്കല്ലേ. ടീച്ചറെന്ന് തന്നെ വിളിക്കണേ. കുറേ പിള്ളേർ കാണും, അപ്പം എല്ലാവരും ടീച്ചറെന്നേ വിളിക്കുള്ളൂ. അപ്പം ഇന്നും ടീച്ചറെന്ന് വിളിക്കണേ, അല്ല സൗമ്യം കയറി വിളിക്കരുത്. കാരണം നമ്മളെ നേരത്തെ വീഡിയോസ് കാണുന്നവർക്കറിയാം, വീഡിയോയിൽ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ പിന്നെ ഇമ്മൂന് നേരത്തെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പേരുക്കടയാണ് ഡാൻസ് സ്കൂൾ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പം ഡാൻസ് ക്ലാസ്സിലെത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമുക്ക് ക്ലാസ് വരുന്നത്. അതാണ് ക്ലാസ്സിൻ്റെ മുതലാളി നന്ദു. ഇമ്മു ഞാൻ ഇന്ന് സെയിം ആണ് കായ്, വെള്ളയും നേവി ബ്ലൂ. ഇവിടെ വേറെ പോവാ ഇമ്മു, ബാ കയറിയോ, കയറിയോ ഫ്രണ്ടിൽ പോകോ. ഇനി ഒരു 2 പേരും കൂടെ വരാറുണ്ട് കായ്, ലാലു ശ്രുതിയും വരാറുണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും 9 മണിയാകുമ്പോൾ ഇവിടെ ക്ലോസ് ആയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും ടീച്ചർ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കയറാം. ഇതാണ് നമ്മുടെ ടീച്ചറും സ്റ്റുഡൻറ്റ്. ടീച്ചറിനാ അതൊക്കെ കാലി തൊട്ടത്, വിട്ടോ കാലി തൊട്ടത്. അത്യാവശ്യം ചടങ്ങുള്ള പരിപാടിയാണ്. എന്താണ് ഇനി ഇത് ഇങ്ങനെ പതാക നോക്കി വെച്ചോ. പതാക 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 പിടിക്കും. നിവർത്തി ഇവിടെ പതാക പതാക അർദ്ധപതാക അർദ്ധപതാക. മനസ്സിലായ? ഇവൻ തുടങ്ങാനത് ഒറിജിനലായിട്ട് പറഞ്ഞത്, ഇവൻ തുടങ്ങാൻ പോകും. ഓ കുഴപ്പമില്ല, കണ്ടിട്ടില്ലാതെ ഇരിക്കരുത്. ഇതൊക്കെ ഇരിക്കട്ടില്ല. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൗമ്യ ടീച്ചർ കൊള്ളാമോ? നാളെ തൊട്ട് കാണിച്ചു തരാം. ലാലു എന്നാണ് അരങ്ങേറ്റം. പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 100-800 പേര് കാണുന്ന വീഡിയോ. ഇമ്മോ
ഡാൻസ് പഠിക്കുമോ? മഞ്ജു വാര്യറിൻ്റെ ഒരു വെല്ലുവിളി ആവുമോ? ദക്ഷിണ കൊടുത്ത പൈസക്ക് മുതലാക്കുക, മുന്തിരി ആപ്പിളൊക്കെ മുതലാക്കുക, മാക്സിമം മുതലാക്കുക. ഓ ബോൾ വേറെന്തോ എടുക്കാൻ പോയാളെന്തോ. ഇറങ്ങല്ലേ? ഇമ്മൻ്റെ ക്ലാസ് കഴിഞ്ഞ് കാശ് ഇനി നമുക്ക് കഴിക്കാൻ പോവാം. പതുക്കെ ഇറങ്ങണേ, ചപ്പലിട്. 1 കിലോ മുന്തിരി അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. 10 രൂപ ദക്ഷിണം എടുത്തിട്ട് 1 കിലോ മുന്തിരി, പേരയ്ക്ക മുതലാക്കി. ബാപ്പ എടുക്കാം, ബാപ്പ എടുത്തോ. ഓ കുട്ടി എങ്ങനെയുണ്ട്? അത് അതിനൊരു തീരുമാനമാവും എന്തായാലും. ഇങ്ങോട്ട് വാടി സൗമ്യ, പഠിപ്പിച്ചു നോക്ക്, ചിലപ്പം റെഡിയാവും. അല്ലല്ല കളിക്കും, സൗമ്യ ആയതുകൊണ്ട്. ശ്രുതി വന്നപ്പോ പറഞ്ഞിട്ട് ഇനി കുറച്ചു നേരം ശ്രുതി പഠിപ്പിക്കുവോ, ഇനി കുറച്ചു നേരം ശ്രുതി പഠിപ്പിക്കുവോ? അല്ല ക്ലാസ്സിൽ പിള്ളേർ കാണുമല്ലോ. ഇമ്മ ടീച്ചറിനെ ടാറ്റ വിട്. ഇനി ടീച്ചറിനെ വിളിക്കാവേ, സൗമ്യന്ന് വിളിക്കല്ലേ, അടി തരും. ബൈ 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 ബൈ. നമ്മളിനി അടുത്ത് ഫുഡ് കഴിക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ ഏതെങ്കിലും ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ തപ്പിയിട്ട് നമുക്ക് മസാല ദോശ കഴിക്കും. അങ്ങനെ അതാണ് അടുത്ത പരിപാടി. നമുക്കിനി നേരെ ഹോട്ടലിലെത്തിയിട്ട് കാണാം. ഇവിടെ മസാല ദോശ, ഇവിടെ നെയ്റോസ്റ്റ്, ഇവിടെ മസാല ദോശ, അവിടെ പൊടി ഇഡ്ഡലി. അല്ല പൊടി ഇഡ്ഡലി ഇല്ല, അല്ല പൊടി ദോശ. നമ്മളങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയൊരു പാർക്കുണ്ടായിരുന്നു. പാർക്കിൽ കയറിയപ്പോൾ ഇവിടെ ഏതോ ഒരു തത്ത വിരിഞ്ഞ് നിൽക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് പ്രിയ വിളിച്ചു. അങ്ങനെ വന്നോ, നമുക്ക് നോക്കിയോ. ഇതാണ് തത്ത എന്ന് പറഞ്ഞത്. ഇതിന്റെ പേരാണ് ലവ് ബേർഡ്സ്. തത്തുമ്മ ഇങ്ങോട്ട് പറന്നു വന്നു. നമ്മളെ പറമ്പ് കൂടെ തത്തുമ്മയും പാത്തുമ്മയും ബീവാത്തുമ്മൊക്കെ പറന്നു വരും. തത്ത ഒന്നും അല്ല. അപ്പൊ തത്ത എന്ന് പറയുന്നത് ഇതിനൊക്കെ ആര് നോക്കുന്ന? ഹലോ പറയോ. അതിൽ ഇത് നല്ല അല്ലേ, ആ വയലറ്റ് ഒരു റയർ കളർ. ഉജാലയിൽ വീണോ അതില്. ഒരു 5 മിനിറ്റ് ഇവിടെ ഇരുന്നാൽ തന്നെ. ഓ അല്ലല്ല, വെറുതെ വ്ളോഗ് എടുക്കണം. ആ ചുവട് വാങ്ങി. ഇതാരാട്ടാ നോക്കി നടത്തുന്നത് ഈ പാർക്ക്? ഗവൺമെന്റ് നോക്കിയോ? അല്ല ഈ ലവ് ബേർഡ്സിനൊക്കെ തീറ്റ കൊടുക്കുന്ന അതാണ് നോക്കിയത്. ഈ യൂണിയനിലുള്ള ചേട്ടന്മാരാണ് ഈ പാർക്ക് അത്രയും കംപ്ലീറ്റ് നോക്കുന്നത് കേട്ടോ. അവർ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് പഴയ ചുമട് താങ്ങി എന്ന് പറയും. ഇത് ഈ ഒരു ഐറ്റം ഇതൊക്കെ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഇത് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണോ ഇത് തന്നെയല്ലേ? ഓ ഓ ഓ വേറൊരിടത്തുണ്ടായിരുന്ന എടുത്ത് ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്യാം. ഓ ഇത് വയ്ക്കാം. ഓ ഓ നല്ല പഴക്കമുണ്ടല്ലോ. ഇതാണ് മറ്റേ കൊണ്ട് ഒരു തൂക്ക് വിറകൊക്കെ നമ്മൾ വാങ്ങിക്കൂലേ? തൂക്ക് വിറവ്. ഓ ഓ ഓ അങ്ങറ്റം മറ്റേ ഓരോ പഴയ ഇത് മറ്റേ ചന്ദനം വരയ്ക്കുന്ന കല്ല് അതല്ലേ? ഇത് ഒരല്ലേ? ഇത് വേറെ മോഡൽ. അത്
ആ ആ ആ ആ ആ. ഇത് മറ്റേ വിറകൊക്കെ തൂക്കാൻ ഉപയോഗിക്കുന്ന സാധനമെന്നാണ് പറഞ്ഞത്. ഒരു തൂക്ക് വിറവ് എന്നൊക്കെ പറയൂലേ, അതുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ കല്ല്, ഈ കല്ലാണ് പടിയില്ലല്ലോ. ഇതിന്റെ വെയിറ്റിന് അനുസരിച്ചിട്ടുള്ള വിറക് ഇടും. ഒരു തൂക്ക് വിറവ് എന്ന് പറയില്ലേ നമ്മൾ. ഇവിടെ ഇരുന്ന് കഴിയുമ്പോൾ ഉറങ്ങിപ്പോവല്ലോ. അയ്യോ ഇമ്മ എവിടെ പോയി കാശ്? അതാ വര. Apa? അപ്പോൾ സമയം പഞ്ചരായിട്ടുണ്ട്. നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ ടെറസിൻ്റെ മണ്ടയിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് വൈബ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ ഈ വീഡിയോ വേറൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. മെയിനായിട്ടൊരു ചെറിയ വീഡിയോ ആണ്. അത് ഇമ്മൂനെ ആദ്യമായിട്ട് ഡാൻസ് സ്കൂളിലാക്കിയതുകൊണ്ട് അത് വീഡിയോ ആയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അല്ലാതെ ഇതിൽ വേറെ കാണിക്കാൻ വേറൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്തുള്ള വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.